വടക്കൻ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് അത്താണിയും പ്രകാശഗോപുരവുമായി നിലകൊള്ളുന്ന മലബാറിന്റെ മാതൃരൂപതയായ കോഴിക്കോട് രൂപതയെ അതിരൂപതയായും രൂപതയുടെ മെത്രാനായ അഭിമന്യ വർഗീസ് ചക്കാലക്കലിനെ ആർച്ച് ബിഷപ്പായും ഉയർത്തുന്ന ചടങ്ങുകൾ 25-ന് നടക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് കോഴിക്കോട് സെന്റ് ജോസഫ് പള്ളിയിലാണ് ചടങ്ങുകൾ നടക്കുക. ഇന്ത്യയിലെ അപ്പസ്തോലിക് ന്യൂൻഷ്യോ മോസ്റ്റ് റവറന്റ് ഡോക്ടർ ലിയോപോൾഡോ ജിറല്ലി സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ബസേലിയൂസ് ക്ലീമിസ് പിതാവ് വചനപ്രഘോഷണം നടത്തും. CBCI പ്രസിഡന്റും തൃശൂർ അതിരൂപതാധ്യക്ഷനുമായ മാർ ആൻഡ്രൂസ് താഴത്ത്, തിരുവനന്തപുരം അതിരൂപതാധ്യക്ഷൻ തോമസ് ജെ നെറ്റോ, തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി, കണ്ണൂർ രൂപതാധ്യക്ഷൻ ഡോക്ടർ അലക്സ് വടക്കന്തല, മന്ത്രി PA മുഹമ്മദ് റിയാസ്, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, മുൻ മന്ത്രി MK മുനീർ, കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ്, BJP പ്രതിനിധി തുടങ്ങിയവർ ആശംസകൾ നേരും. ചടങ്ങുകളുടെ തത്സമയ സംപ്രേഷണം ശാലോം ടെലിവിഷന്റെ യൂട്യൂബ് ചാനലിലും കാണാം. സ്ഥാപിതമായിട്ട് 102 വർഷം പൂർത്തിയാകുമ്പോഴാണ് കോഴിക്കോട് രൂപത അതിരൂപതയായി ഉയർത്തപ്പെടുന്നത്. ഏപ്രിൽ 12 ശനിയാഴ്ച വൈകിട്ട് 3:30 കോഴിക്കോട് ബിഷപ്സ് ഹൌസിൽ വെച്ചാണ് കോഴിക്കോട് രൂപതയെ അതിരൂപതയായും അഭിമന്യ വർഗീസ് ചക്കാലക്കലിനെ ആർച്ച് ബിഷപ്പായും നിയമിച്ചുകൊണ്ടുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ഉത്തരവ് വായിച്ചത്. കോട്ടപ്പുറം രൂപതയിലെ മാള, പള്ളിപ്പുറം സെയിന്റ് ആന്റണീസ് ഇടവാംഗമാണ് വർഗീസ് ചക്കാലക്കൽ പിതാവ്. മലബാറിന്റെ മണ്ണിൽ കോഴിക്കോട് രൂപതയുടെ ചരിത്ര പ്രാധാന്യവും വിശ്വാസ പാരമ്പര്യവും അജപാലന ശുശ്രൂഷകളും വിലയിരുത്തി മെത്രാന്മാരുടെയും സഭാവിദഗ്ധരുടെയും പഠനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിസ് പാപ്പ കോഴിക്കോടിനെ അതിരൂപതയായി ഉയർത്തിയത്. വരാപ്പുഴ, തിരുവനന്തപുരം എന്നിവയ്ക്ക് ശേഷം കേരളത്തിൽ ലത്തീൻ സഭയുടെ 3ാമത്തെ അതിരൂപതയാണ് കോഴിക്കോട്. കണ്ണൂർ, സുൽത്താൻപേട്ട്, കോഴിക്കോട് രൂപതകളെ ഒരുമിപ്പിച്ചാണ് പുതിയ അതിരൂപത നിലവിൽ വന്നത്.